2023 കോവിഡ് മഹാമാരി വന്നതിന് ശേഷം 2023 വരെ ഓൺലൈൻ മീറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരുന്നത്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി ഇന്നലെ പാർലമെന്റ് അംഗങ്ങളുടെ യോഗം നേരിട്ട് വിളിച്ചുകൂട്ടിയത്. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിലാണ്. അപ്പോൾ ഇന്നലത്തെ അജണ്ടയിൽ മൂന്നാമത്തെ ഐറ്റം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി ഈ മൂന്നാമത്തെ അജണ്ടയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പറഞ്ഞു കാസർഗോഡ് MP ഇപ്പോൾ ഡിഫർ ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ പറയാം അതിനെന്താ തർക്കം? യാതൊരു തർക്കവും അക്കാര്യത്തിലില്ല. ഞാൻ ഡിഫർ ചെയ്യും. കാരണം എന്റെ മുൻഗാമിയായ ശ്രീ P. കരുണാകരൻ കാസർഗോട്ടെ മുഴുവൻ MPമാരെയും MLAമാരെയും കൂട്ടി സർവകക്ഷി യോഗത്തെ നയിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ പോയി കണ്ടു. കാസർഗോഡ് എയിംസ് അനുവദിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. മാത്രമല്ല കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു മലയാള ദിനപത്രം, പേര് ഞാൻ പറയാം, മലയാള മനോരമ, അവർക്ക് കേരളത്തിൽ 14 എഡിഷൻ ഉണ്ട്. ആ 14 എഡിഷനിലും എഡിറ്റോറിയൽ അവർ എഴുതി കേരളത്തിൽ എവിടെങ്കിലും ഒരു എയിംസ് സ്ഥാപിക്കാൻ അർഹതയുണ്ടെങ്കിൽ അത് കാസർഗോട്ടാണ് ഇത് അനുവദിക്കേണ്ടത് എന്ന് പറഞ്ഞു. കാസർഗോഡിനെ കുറിച്ച് ഞാൻ മുഖ്യമന്ത്രിയുടെ ആ യോഗത്തിൽ വിശദീകരിച്ചു. കാരണം കാസർഗോട്ട് ജില്ലാ ആശുപത്രിയുണ്ട്, ജനറൽ ആശുപത്രിയുണ്ട്, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ അവിടെ ഇല്ല. 60 ടോക്കണാണ് ഒരു ദിവസം കൊടുക്കുന്നത്. ഈ 60 ടോക്കൺ 100 കണക്കിന് ആളുകൾ ടോക്കൺ എടുക്കാൻ വന്നിട്ട് ഡോക്ടർമാരില്ലാത്തതുകൊണ്ട് കുറച്ച് ടോക്കൺ കൊടുക്കുകയും ബാക്കിയുള്ളവർ നിരാശരായി മടങ്ങുകയും ചെയ്യുകയാണ്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു മെഡിക്കൽ കോളേജാണ് പരിയാരം മെഡിക്കൽ കോളേജ്. അവിടെ ഹൃദയാലയമുണ്ട്. അതിന്റെ പ്രവർത്തനം മന്ദഗതിയിലാണ് പോകുന്നത്. ക്യാൻസറിന്റെ പ്രവർത്തനം നടക്കുന്നില്ല. 2014 കേരളത്തിലെ 14 ജില്ലകളിൽ ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി ഉക്കിനടുക്കയിൽ കാസർഗോട്ട് ഒരു മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്. ആ മെഡിക്കൽ കോളേജ് 10 കൊല്ലം കഴിഞ്ഞു. ഇതുവരെയായി അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് അല്ലാതൊന്നും പൂർത്തിയായിട്ടില്ല. കാസർഗോട്ട് എല്ലാ താലൂക്കിലും താലൂക്ക് ആശുപത്രിയുണ്ട്. പക്ഷെ താലൂക്ക് ആശുപത്രിയിലൊന്നും സർജറിക്ക് സൗകര്യം ഉണ്ടെങ്കിലും നടക്കുന്നില്ല. സർജറി നടക്കാത്തതിന്റെ കാരണം ഒരു ആശുപത്രിയിലും അനസ്തേഷ്യ കൊടുക്കാനുള്ള സംവിധാനമില്ല. കാസർഗോട്ട് ആർക്കെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ആ അപകടം സംഭവിക്കുന്ന ആർക്ക് ഒരു ട്രോമ കെയർ സെന്റർ ഇല്ലാത്തതുകൊണ്ട് മരണം സംഭവിക്കുകയാണ്. കാസർഗോട്ട് കോവിഡ് മഹാമാരിയുടെ 1ഉം 2ഉം വ്യാപന കാലത്ത് ആരും മരിച്ചിട്ടില്ല. പക്ഷെ 19 പേർ മരിച്ചു. അവർ മരിക്കാനുണ്ടായ സാഹചര്യം കാസർഗോഡിന്റെ അതിർത്തിയായ തലപ്പാടി അടച്ചതുവഴി തുടർ ചികിത്സ കിട്ടാൻ മംഗലാപുരത്തേക്ക് പോകാൻ സാധിക്കാതെ വന്നുകൊണ്ടാണ് 19 രോഗികൾ തുടർ ചികിത്സ കിട്ടാത്തതുകൊണ്ട് മരിച്ചു. അതുപോലെ തന്നെ 2 ഗർഭിണികൾ ആംബുലൻസിൽ കിടന്ന് പ്രസവിച്ചു. ഇതൊന്നും കൂടാതെ 6727 എൻഡോസൾഫാന്റെ വിക്ടിംസ് ഉണ്ട്. ആ വിക്ടിംസിനെ ഇല്ലാതാക്കാൻ ഗവൺമെന്റ് ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എൻഡോസൾഫാനെ കുറിച്ച് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് ഒരു അറുതി വരുത്തണമെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഗവേഷണങ്ങൾ നടക്കണം, പഠനം നടക്കണം. അതിനേറ്റവും പറ്റിയത് ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. അത് കാസർഗോട്ട് തന്നെ അനുവദിക്കണം. അപ്പം മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് 3 സ്ഥലം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ആ 3 സ്ഥലത്തിൽ ഈ കാസർഗോഡില്ല. ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്യാനുള്ള തെറ്റ് ആവർത്തിക്കാനല്ലോ നിങ്ങളെ മുഖ്യമന്ത്രിയാക്കിയത്. കഴിഞ്ഞ ഗവൺമെന്റ് ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ആവർത്തിക്കാനാണോ ഈ ഗവൺമെന്റ്? അതല്ല. പിന്നെ കഴിഞ്ഞ ഗവൺമെന്റ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ കാസർഗോഡ് MPയായ ഞാൻ ഒരിക്കലും തയ്യാറാവില്ല. അതുകൊണ്ട് എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി കോഴിക്കോട്ട് ഈ എയിംസ് വേണമെന്ന് പറയുന്നത്? കിനാലൂരിൽ അവിടെ 160 ഏക്കർ സ്ഥലമെടുത്തു, 200 ഏക്കർ സ്ഥലം വേണം, ബാക്കി സ്ഥലം നിങ്ങൾ അക്വയർ ചെയ്യാൻ ശ്രമം നടത്തുന്നു. പരമ്പരാഗതമായ ഒരു മെഡിക്കൽ കോളേജ് കാസർഗോട്ടുണ്ട്. അന്താരാഷ്ട്ര നിലവാരമുള്ള MV രാഘവന്റെ പേരിലൊരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെയുണ്ട്. 6ഓളം സ്വകാര്യ മേഖലയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി അവിടെ ഉണ്ട്. പ്രഭാകരൻ കമ്മീഷനെ ഉമ്മൻചാണ്ടി നിയോഗിച്ചു. ആ പ്രഭാകരൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു കേരളത്തിലെ 14 ജില്ലകളിലും ആരോഗ്യ മേഖലയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ല കാസർഗോട്ടാണ്. 2688.66 കോടി രൂപ ആരോഗ്യ മേഖലയിൽ മാത്രം ചെലവഴിക്കണം കാസർഗോട്ട്. എന്നാലേ കാസർഗോഡ് ആരോഗ്യ മേഖലയിലെ പിന്നോക്കാവസ്ഥ മാറ്റാൻ കഴിയൂ. ഈ സാഹചര്യത്തിൽ താങ്കളുടെ ഈ വാദം തെറ്റാണ്. കാസർഗോട്ട് ആണ് ഈ എയിംസ് സ്ഥാപിക്കേണ്ടത്. താങ്കൾ പിടിവാശി ഉപേക്ഷിക്കണം. കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്ത പോലെ 3 ജില്ലയുടെ പ്രപ്പോസൽ കൊടുക്കണം. അതിൽ കാസർഗോഡിനെ കൂടെ ഉൾപ്പെടുത്തണം. അപ്പോൾ കുറെ MPമാർ പറഞ്ഞു നമുക്ക് കേരളത്തിന് എയിംസ് ലഭിക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമെടുക്കാം, അത് എവിടെ വേണമെന്നുള്ള കാര്യത്തിൽ പിന്നീട് തീരുമാനിക്കാം. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒറ്റക്കെട്ടായി കേരളത്തിന് ഒരു എയിംസ് അനുവദിക്കണമെന്നുള്ള കാര്യത്തിൽ മുന്നോട്ട് പോകാം. അതാണ്
തീരുമാനം. അത് കഴിഞ്ഞിട്ട് കാഞ്ഞങ്ങാട് കാണിയൂർ തീവണ്ടി പാതയെക്കുറിച്ചുള്ള ചർച്ച വന്നു. കാഞ്ഞങ്ങാട് കാണിയൂർ തീവണ്ടി പാത 2014 അതിന്റെ സർവേ നടന്നു. സർവേ റിപ്പോർട്ട് ഫീസിബിൾ ആണെന്ന് കണ്ടെത്തി. 70 കിലോമീറ്റർ ലാഭിക്കാം ഈ റെയിൽവേ ആരംഭിച്ചാൽ. കാരണം ഇത് 70 കിലോമീറ്റർ ലാഭിക്കുക മാത്രമല്ല, അന്ന് നടത്തിയ റിപ്പോർട്ട് പറയുന്നത് പാരിസ്ഥിതിക ആഘാതം ഏറ്റവും കുറഞ്ഞൊരു പ്രോജക്റ്റാണ് കാഞ്ഞങ്ങാട് കാണിയൂർ തീവണ്ടി പാത. സാമ്പത്തികവുമായും മറ്റ് പാതകളെ പോലെ അത്ര വലിയ ബാധ്യത ഉണ്ടാകുന്ന ഒരു പാതയല്ല കാണിയൂർ പാത. അപ്പോ കേരള ഗവൺമെന്റിനോടൊരു പ്രപ്പോസൽ റെയിൽവേ വെച്ചു. 50-50 ആകെ വരുന്ന പണത്തിന്റെ 50% റെയിൽവേ മീറ്റ് ചെയ്യാം, ബാക്കി 50% കേരളവും കർണാടകവും കൂടി ഷെയർ ചെയ്യണം. കേരളത്തിന്റെ ഒരു NOC ഇക്കാര്യത്തിൽ കിട്ടിയാൽ കേരള ഗവൺമെന്റ് മുൻകൈ എടുത്ത് കർണാടകത്തിന്റെ ഒരു NOC കൂടി വാങ്ങിക്കണം. വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് റെയിൽവേ പെട്ടെന്ന് ആരംഭിക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ കുറെ നാളുകളായി NOC കൊടുക്കാമെന്ന് പറയുന്ന അല്ലാതെ കേരള ഗവൺമെന്റ് NOC കൊടുത്തിട്ടില്ല. മാത്രമല്ല സ്ഥലത്തിന്റെ 50%ഉം പണിക്കൂലിക്ക് വരുന്ന പണത്തിന്റെ 50%മാണ് കൊടുക്കേണ്ടത്. സ്ഥലത്തിന്റെ 50% കൊടുക്കാമെന്ന് പറയുന്ന അല്ലാതെ പണിക്കൂലിയുടെ 50% കൊടുക്കാമെന്നുള്ളൊരു NOC കേരള ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അത് കിട്ടാത്തതാണ് കുഴപ്പം. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ കർണാടകത്തിലെ മുഖ്യമന്ത്രിയെ നേരിട്ട് പോയി കണ്ടു, അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹം ഒരു കാരണവശാലും കാഞ്ഞങ്ങാട് കാണിയൂർ പാത അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ കർണാടകത്തിലെ ഗവൺമെന്റ് മാറി, അനുകൂലമായ പരിസ്ഥിതിയാണ്. കർണാടകത്തിലെ ഗവൺമെന്റിനെ കൊണ്ട് അനുകൂലമായ ഒരു തീരുമാനം എടുപ്പിക്കാൻ MP-മാർ വിചാരിച്ചാൽ നടക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നു, മുഖ്യമന്ത്രി കേരളത്തിന് NOC നൽകിയാൽ സ്വാഭാവികമായി കർണാടകത്തിന് NOC കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ റെയിൽവേ ഈ പ്രോജക്റ്റ് വർക്കൌട്ട് ചെയ്യും. കാർഷിക മേഖലയായ കാസർകോട്ടെ മുഴുവൻ കാർഷിക ഉൽപ്പന്നങ്ങളും സുള്ളിയെ കൊണ്ടുപോയാണ് വിൽക്കുന്നത്. മാത്രമല്ല എഞ്ചിനീയറിംഗ് കോളേജ്, അതുപോലെ ലോ കോളേജ് അടക്കം കാസർകോട്ടെ മുഴുവൻ വിദ്യാർത്ഥികളും ഇപ്പോൾ പഠിക്കുന്നത് സുള്ളിയിലാണ്. അതുകൊണ്ട് കാസർകോട്ട് ഈ തീവണ്ടി പാത വരുന്നത് കേരളത്തിന് റവന്യൂ ഇൻകം വർദ്ധിപ്പിക്കും, ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി NOC നൽകിയാൽ കർണാടകത്തെ NOC മേടിക്കാം. അപ്പോൾ വളരെ നിഷേധാത്മകമായൊരു മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നത്. നമ്മുടെ കോട്ടയത്ത് റബ്ബറിനെ കുറിച്ച് ശ്രീ തോമസ് ചാടിക്കാഴൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ചാടിച്ച പോലെ പുള്ളി പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, കേരളത്തിന്റെ NOC നിങ്ങളെ ഏൽപ്പിക്കാം, നിങ്ങൾ കർണാടകത്തിൽ പോയി NOCയോട് വാങ്ങിച്ചു കൊണ്ടുപോയി നടപ്പിലാക്കുക. ഞാൻ പറയും, അതാണോ നിങ്ങളുടെ മറുപടി? കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നല്ലേ നിങ്ങൾ ഇവിടെ എടുക്കുന്ന തീരുമാനം മൊത്തം MP-മാരുടെ കൈ കൊടുത്തിട്ടാണോ നടപ്പിലാക്കുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ മുഖ്യമന്ത്രിയാണ്, കുറെ കൂടെ ഉത്തരവാദിത്തമായിട്ട് സംസാരിക്കണം. ഒരു പാർലമെന്റ് അംഗം ജനങ്ങളുടെ ഒരു പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഇതൊരു മര്യാദയുടെ ഭാഷയല്ല, മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല. അതുകൊണ്ട് മലയാളമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ഞാനും കുറെ വർഷം കോളേജിൽ പഠിച്ചിട്ടായി പണിക്ക് വന്നേ. അതുകൊണ്ട് അത്തരം ഭാഷയൊന്നും എന്നോട് ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ കർശനമായി മുഖ്യമന്ത്രിയോട് പറഞ്ഞു. കാര്യം ഒരു പാർലമെന്റ് അംഗം, ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നെ കളിയാക്കാണോ? നിങ്ങൾ കേരള ഗവൺമെന്റ് NOC കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്റെ കയ്യിലാണോ NOC ഇരുന്നേ? അങ്ങനെയാണോ എന്റെ മര്യാദ? അപ്പൊ അതാണ് സംഭവം.